السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. ബാവാമോദുവിന് കുത്തുബായി വന്നോവർ ബാനമ്മാതേളിലും കേളി നിറഞ്ഞോവർ. മഹാനായ ഖൗസുൽ റളിയല്ലാഹു അൻഹു പിതാവിന്റെ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ ഔലിയാഇന്റെ നേതൃപദവിയിലെ ഏറ്റവും ശ്രേഷ്ഠ പദവിയായ ഖുത്ബ് എന്ന സ്ഥാനം വഹിച്ചുകൊണ്ടാണ് വന്നത്. 7 ആകാശത്തും വാനം അതേളിലും കേളി നിറഞ്ഞോവർച്ചാൽ 7 ആകാശത്തും മഹാനവർകൾ പ്രശസ്തനാണ്. 2 കാര്യങ്ങളാണ് ഈ വരിയിൽ ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് റഹ്മഹുല്ലാ ഉണർത്തുന്നത്. ഒന്ന്, ഖൗസുൽ ആലം തങ്ങൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഖുത്ബ് എന്ന സ്ഥാനത്തിന് അർഹനാണ്. ജനിക്കുന്നതിന്റെ മുമ്പ് നിസ്കാരം തുടങ്ങാതെ, നോമ്പ് തുടങ്ങാതെ, ഒരു സംഗതിയും ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഒരാൾ ഔലിയായിന്റെ നേതൃപദവിയിലുള്ള ഖുത്ബ് എന്ന സ്ഥാനത്തേക്ക് വരും എന്ന ചോദ്യം ഇവിടെ ചിലർ ഉന്നയിക്കാറുണ്ട്. വാസ്തവത്തിൽ അതിന് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ലാത്ത ചോദ്യമാണത്. കാരണം എന്താ വെച്ചാൽ, ഒരാൾക്ക് എന്തു സ്ഥാനം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹുവാണ്. ജനിച്ച് ഒരു നന്മയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അതിന് ഇസ്ലാമികമായി തടസ്സമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പണ്ട് സംസാരിക്കാൻ പ്രായമാകാതെ സംസാരിച്ച ചില കുട്ടികളുടെ ചരിത്രം പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഒരു ഉമ്മ. ആ ഉമ്മ തന്റെ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ലാത്ത കുട്ടി. ആ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ രാജാവ് രാജകീയമായ പ്രൗഢിയോടുകൂടെ അവരുടെ പരിസരത്തുകൂടെ അങ്ങനെ എഴുന്നള്ളിപ്പോകുന്നു. പരിസരത്തുള്ള ആബാലവൃദ്ധം ജനങ്ങളും രാജാവിനെ കാണുമ്പോൾ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജാവിന്റെ ഈ അംഗീകാരവും സമൂഹത്തിലുള്ള സ്വീകാര്യതയും കണ്ടപ്പോ തന്റെ മകന്റെ ഭാവിയിൽ അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയുള്ള ഈ ഉമ്മ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ലഹു, പടച്ചവനെ എന്റെ കുട്ടി വളർന്നു വലുതാകുമ്പോൾ എന്റെ കുട്ടിയെയും ഇയാളെപ്പോലെ ആക്കണമേ. നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കുന്ന, ആബാലവൃദ്ധം ജനങ്ങളുടെയും സ്നേഹം സമ്പാദിക്കുന്ന, ആദരവിന്റെ അംഗീകാരത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കാനുള്ള സൗഭാഗ്യം എന്റെ കുഞ്ഞിന് നീ നൽകണമേ എന്ന് ദുആ ചെയ്തു. പക്ഷെ അന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്ത ആ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന മുലയിൽ നിന്ന് വായെടുത്തുകൊണ്ട് ആ കുട്ടി ഉമ്മായുടെ പ്രാർത്ഥനയ്ക്ക് നേരെ എതിർദിശയിൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ലഹു, പടച്ചവനെ എന്നെ ഒരിക്കലും അയാളെപ്പോലെ ആക്കരുത്, നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ഈ രാജാവിനെ പോലെ ആക്കരുത് എന്ന് ദുആ ചെയ്തു. എന്നാൽ ഉമ്മാക്ക് അത്ഭുതം തോന്നിയെങ്കിലും കുട്ടി പിന്നെയും മറ്റൊന്നും സംസാരിച്ചില്ല. എന്തോ ഒരു അസാധാരണ സംഭവം എന്ന് മാത്രം മനസ്സിലാക്കി അവരത് വിട്ടുകളഞ്ഞു. പിന്നീട് ഒരു ദിവസം ഇതേപോലെ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട്, കണ്ടാൽ ഭ്രാന്തിയാണെന്ന് തോന്നുന്ന ഒരു പെണ്ണിനെ നാട്ടുകാരെ മുഴുവനും കല്ലെറിഞ്ഞോടിക്കുന്നു, ശകാരവർഷം ചൊരിയുന്നു അവർക്ക് നേരെ. വേശ്യയാണെന്നും കളവ് നടത്തുന്നവളാണെന്നും മറ്റു പല ആക്ഷേപങ്ങളും അവർക്കെതിരെ ചൊരിയുന്നു. അങ്ങനെ നാട്ടുകാര് മുഴുവനും അങ്ങേയറ്റം പരിഹാസത്തോടെ കാണുന്ന, ജനങ്ങളുടെ മുന്നിൽ മതിപ്പില്ലാതെ പോയ ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സലിഞ്ഞുകൊണ്ട് ആ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അലി ബിനി മിസ്ലഹാ, പടച്ചവനെ എന്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ നാട്ടുകാരെ മുഴുവനും കല്ലെറിയുന്ന, ആളുകൾ മുഴുവനും ആക്ഷേപഹാസ്യം ചൊരിയുന്ന ഒരവസ്ഥയിലേക്കുള്ള ദയനീയ ജീവിതം എന്റെ മകന് നൽകരുത് എന്ന അർത്ഥത്തിൽ എന്റെ മകനെ ഇവളെപ്പോലെ ആക്കരുത് എന്ന് ദുആ ചെയ്തു. പക്ഷേ സംസാരിക്കാൻ പ്രായമാകാത്ത ആ കുഞ്ഞ് കുടിക്കുന്ന മുലയിൽ നിന്ന് മുഖമെടുത്തുകൊണ്ട് ആ കുട്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ, പടച്ചവനെ എന്നെ ആ സ്ത്രീയെ പോലെ ആക്കണമേ എന്ന്. ആ 2ാമത്തെ തവണയും ഈ അത്ഭുതം ഉണ്ടായപ്പോ ഉമ്മ അതുവരെ സംസാരിക്കാത്ത കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താണ് നീ ഇങ്ങനെ? നിന്റെ ഗുണത്തിനു വേണ്ടി ഉമ്മ ഒന്ന് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ എതിർദിശയിൽ സഞ്ചരിക്കാനാണല്ലോ നിനക്ക് താല്പര്യം. ആ സമയത്ത് അതുവരെ സംസാരിക്കാത്ത, ഒരു കഥയും പറയാത്ത, അതേപോലെ ഒരു വക്ത് നിസ്കരിക്കാത്ത ആ ചെറിയ കുട്ടി പറയുന്നു, ഉമ്മ, നാട്ടുകാര് മുഴുവനും ബഹുമാനത്തോടെ കാണുന്ന രാജാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ കിബറാണ്. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അടുത്ത് അയാൾക്ക് 5 കാശിന്റെ വിലയില്ല.
ആളുകളൊക്കെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു തആലാന്റെ അടുത്ത് അദ്ദേഹത്തിന് പുല്ലുവിലയാണ്. അതുകൊണ്ട് ആഖിറത്തിൽ ആ മനുഷ്യൻ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. അതേസമയത്ത് ജനങ്ങളൊക്കെ ആക്ഷേപം ചൊരിയുന്ന ഈ മഹാ സ്ത്രീയുണ്ടല്ലോ, ആ സ്ത്രീ വ്യഭിചരിച്ചിട്ടില്ല, വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല, മറ്റൊരു വിധത്തിലുള്ള അരുതായ്മകളിലേക്കും പോയിട്ടില്ല. പക്ഷേ നാട്ടുകാർ അനാവശ്യമായി കല്ലെറിയുകയാണ്. അതാ ആ കല്ലെറിയുന്ന ആളുകളുടെ നിലപാട് തെറ്റാണ്. ആ സ്ത്രീ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവളാണ്. രണ്ടു കാര്യമാണ് ഈ കുട്ടിയോട് സ്ഥാപിക്കുന്നത്. ഒന്ന്, ആ കുട്ടിക്ക് വലിയ വിജ്ഞാനം അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഒരു വക്ത് നിസ്കരിക്കാത്ത ഈ ചെറിയ കുട്ടിക്ക് ഇவ்விധത്തിലുള്ള അറിവുകൾ അള്ളാഹു തആല നൽകിയെങ്കിൽ ഒരു മനുഷ്യനും മഹാനാവാൻ, അദ്ദേഹം നേരത്തെ തന്നെ മഹത്വത്തിന്റെ ഉത്തുംഗതയിലേക്ക് വരാൻ ഇസ്ലാമികമായി തടസ്സമില്ലെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഔസുലാലം തങ്ങൾ ഉപ്പാന്റെ മുതുകിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഔലിയാഇന്റെ നേതൃത്വ പദവി കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിധത്തിലുള്ള ആക്ഷേപത്തിനും ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേതെന്താ? വാനം അതേളിലും കേളി നിറഞ്ഞോവർ. 7 ആകാശങ്ങളിലും മഹാനായ ഗൗസുൽ-ആലം തങ്ങൾക്ക് പ്രശസ്തിയുണ്ട്. എല്ലാ ആകാശങ്ങളിലും മഹാനവകളുടെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ്. കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് സഹായകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബഹു. ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്ത് ചെയ്യും? അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ജിബ്രീലെ, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഹിബ്ബഹു, നിങ്ങൾ ഇഷ്ടപ്പെടണം. അദ്ദേഹം ഇഷ്ടപ്പെട്ടാൽ പിന്നീട് പറയും മലക്കുകളോട് പറയാൻ, അല്ലാഹു ഞാനും ഇന്നയാളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അങ്ങനെ മലക്കുകൾ ഇഷ്ടപ്പെടും ആകാശങ്ങളിലുള്ള. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുമ്മയൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത നിശ്ചയിക്കപ്പെടും. അപ്പൊ ആകാശങ്ങളിലുള്ള പ്രശസ്തി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് പടച്ചവൻ പ്രഖ്യാപിച്ചതാണ്. അല്ലാഹു തആല നമുക്കിത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.